തരുൺമൂർത്തി സംവിധാനം നിർവഹിച്ച മോഹൻലാൽ ചിത്രം തുടരും മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയ ചിത്രങ്ങളുടെ നിരയിലാണെന്നുള്ളത്. 2025 ഏപ്രിൽ 25-നാണ് തുടരും തിയേറ്ററുകളിലേക്ക് എത്തിയത്. ബിഗ് ബജറ്റ് ചിത്രങ്ങൾക്കും വൻ ഹൈപ്പിലെത്തുന്ന ചിത്രങ്ങൾക്കും റിലീസ് ദിനത്തിന് ശേഷം കളക്ഷനിൽ ഇടിവ് വരുന്ന കാഴ്ചയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. എന്നാൽ മോഹൻലാൽ വിസ്മയമായി തുടരും OTT-യിലേക്ക് എത്തുന്നതിന് മുൻപ് വരെ മികച്ച കളക്ഷൻ നേടിയിരുന്നു. മലയാളത്തിലെ പല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചാണ് തുടരും ജൈത്രയാത്ര നടത്തിയത്. 6 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രത്തിൽ മോഹൻലാലിന്റെ പ്രകടനത്തെ ആരാധകർ വാനോളം പുകഴ്ത്തി. അങ്ങനെ 36-ാം ദിനമാണ് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT-യിലേക്ക് എത്തിയത്. തിയേറ്ററുകളിൽ നിന്ന് മികച്ച സ്വീകാര്യത നേടിയ ചിത്രം OTT-യിലെ മികച്ച അഭിപ്രായം തന്നെയാണ് നേടുന്നത്. അങ്ങനെ ചിത്രം പുറത്തിറങ്ങിയിട്ട് 50 ദിനങ്ങൾ പൂർത്തിയാവുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നുണ്ട്. എണ്ണത്തിൽ കുറവാണെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തിയേറ്ററുകളിൽ ഇപ്പോഴും ഷോ തുടരും എന്ന ചിത്രത്തിന്റെ വിജയത്തെ തന്നെയാണ് തുറന്നുകാട്ടുന്നത്. മെയ് 30-ന് OTT-യിലെത്തിയ ചിത്രം 2 ആഴ്ചകൾ പിന്നിട്ടിട്ടും തിയേറ്ററുകളിൽ ആളുകളെ കയറ്റുന്നത് മലയാള സിനിമയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ്. കണക്കുകൾ പ്രകാരം 49-ാം ദിനമായ വ്യാഴാഴ്ച ഇന്ത്യയിൽ നിന്ന് 1 ലക്ഷം രൂപയാണ് നെറ്റ് കളക്ഷനായി നേടിയത്. ഇക്കഴിഞ്ഞ ശനിയും ഞായറും ചിത്രം 4 ലക്ഷം രൂപ വീതം നേടിയിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച 5 ലക്ഷം രൂപയും നേടി. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം ഇതുവരെ 121.92 കോടിയാണ് നെറ്റ് കളക്ഷനായി നേടിയത്. 141.5 കോടിയാണ് ഗ്രോസ് കളക്ഷൻ. വിദേശത്തുനിന്ന് 93.8 കോടിയും ചിത്രം നേടി. അങ്ങനെ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ 235.3 കോടി രൂപയാണ് ചിത്രം ഇതുവരെ നേടിയത്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ 3ാമത്തെ കളക്ഷനാണിത്. എമ്പുരാനും മഞ്ഞുമൽ ബോയ്സും മാത്രമാണ് കളക്ഷനിൽ തുടരുമിനു മുകളിലുള്ള 2 ചിത്രങ്ങൾ. തിയേറ്ററുകളിലെയും OTT-യിലെയും സിനിമകളുടെ സ്വീകാര്യതയിൽ പലപ്പോഴും വ്യത്യാസമുണ്ടാവാറുണ്ട്. തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രങ്ങൾ എന്നാൽ OTT-യിലേക്ക് എത്തുമ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളിലേക്ക് ചുരുങ്ങാറുണ്ട്. അതുപോലെ തന്നെ സമ്മിശ്ര പ്രതികരണങ്ങൾ തിയേറ്ററുകളിൽ നിന്ന് നേടിയിട്ടുള്ള ചിത്രങ്ങൾ OTT-യിലേക്ക് എത്തുമ്പോൾ മികച്ച അഭിപ്രായങ്ങളും നേടിയിട്ടുണ്ട്. എന്നാൽ തുടരുമെന്ന ചിത്രത്തിന്റെ കാര്യത്തിൽ OTT-യിൽ മികച്ച അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത്. മലയാളികൾക്കൊപ്പം മറുഭാഷാ പ്രേക്ഷകരിൽ നിന്നടക്കം മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. സമീപകാലത്ത് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഗംഭീര ചിത്രമാണ് തുടരുമെന്ന് മറുഭാഷാ പ്രേക്ഷകരടക്കം അഭിപ്രായപ്പെടുന്നു. ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. ലളിത എന്ന വീട്ടമ്മയായി ശോഭന എത്തിയപ്പോൾ താരത്തിന്റെ പ്രകടനവും മികച്ച അഭിപ്രായങ്ങളാണ് നേടിയത്. 15 വർഷത്തിന് ശേഷം മോഹൻലാലും ശോഭനയും ഒരുമിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ടായിരുന്നു. ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു, ബിനു പപ്പു, ഇർഷാദ് അലി, ആർഷ, കൃഷ്ണപ്രഭ, പ്രകാശ് വർമ്മ, അരവിന്ദ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. രജപുത്രയുടെ ബാനറിൽ M. രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചത്. KR സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥയൊരുക്കിയത്. ഷാജികുമാർ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിഷാദ് യൂസഫ്, ഷെഫീഖ് വിബി എന്നിവരാണ് ചെയ്തത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT സ്ട്രീമിംഗ് തുടരുന്ന ചിത്രം മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ലഭ്യമാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.